Hello everyone, my name is Murshida PC and I am going to discuss about Google Attap's new project Soli. ഓരോ ദിവസവും പുതിയ ടെക്നോളജി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണല്ലേ. ആദ്യമൊക്കെ നമ്മൾ യൂസ് ചെയ്തിരുന്നത് ബട്ടൺ ഫോൺസ് ആയിരുന്നു. അതിനുശേഷം സ്മാർട്ട് ഫോൺസായി മാറി, ടച്ച് ഫോൺസായി മാറി. അതിനുശേഷം ഇപ്പോൾ സ്മാർട്ട് ഫോണിൽ തന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻ്റ് എന്ന ലെവൽ വരെ എത്തി നിൽക്കുകയാണ്. ഇനി വരാൻ പോകുന്ന ഏറ്റവും പുതിയ ടെക്നോളജിയാണ് ഗൂഗിളിൻ്റെ പ്രോജക്റ്റ് സോളി എന്നുള്ളത്. ഈ പ്രോജക്റ്റ് സോളി എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മുടെ ജെസ്റ്റേഴ്സ് കൊണ്ട് ഹ്യൂമൻ ജെസ്റ്റേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഓരോ ഗാഡ്ജറ്റ്സിനെയും കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതായത് നമ്മുടെ ഹാൻഡ് മൂവ്മെൻറ്റ്സ് യൂസ് ചെയ്തിട്ട് നമ്മുടെ വാച്ച്, ലാപ്ടോപ്പ്, സ്മാർട്ട് ഫോൺസ് ഇതൊക്കെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഒരു ടച്ച്ലെസ് ഇൻട്രാക്ഷൻ ആണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഗൂഗിൾ ഈ പ്രോജക്റ്റ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 2015 ഇപ്പോൾ ഇത് നിലവിൽ വന്നിട്ടില്ല. ഇപ്പോൾ ഇതിൽ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. Project Soli is a new technology that uses radar to enable new types of touchless interaction. റഡാർ യൂസ് ചെയ്തിട്ട് ഒരു പുതിയ ടച്ച്ലെസ് ഇൻട്രാക്ഷൻ ആണ് എനേബിൾ ചെയ്യുന്നത് പ്രോജക്റ്റ് സോളി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. The movements of gestures from a human can be captured using radar sensor. റഡാർ സെൻസർ യൂസ് ചെയ്തിട്ട് ഹ്യൂമൻസിൻ്റെ ജസ്റ്റർ മൂവ്മെൻറ്റ്സിനെ ക്യാപ്ചർ ചെയ്യും. എന്നിട്ട് ഇത് ഡിറ്റക്ട് ചെയ്തിട്ട് ഒരു സ്പെഷ്യൽ ടാസ്ക് ഡിവൈസിൽ റൺ ചെയ്യും. സോളി ഈസ് എ ന്യൂ സെൻസിങ് ടെക്നോളജി ദാറ്റ് യൂസസ് മിനിയേച്ചർ റഡാർ ടു ഡിറ്റക്ട് ടച്ച്ലെസ് ജസ്റ്റർ ഇൻട്രാക്ഷൻ. സോളി ഒരു പുതിയ സെൻസിങ് ടെക്നോളജിയാണ്. അത് യൂസ് ചെയ്യുന്ന ഒരു മിനിയേച്ചർ റഡാറാണ്. ഒരു മിനിയേച്ചർ റഡാർ യൂസ് ചെയ്തിട്ടാണ് ടച്ച്ലെസ് ജെസ്റ്റേഴ്സിനെ ഡിറ്റക്ട് ചെയ്യുന്നത്. അവർ ഹാൻഡ്സ് ആൻഡ് ഫിംഗേഴ്സ് ആർ ദ ബെസ്റ്റ് വേ വി ഹാവ് ടു ഇൻട്രാക്ട് വിത്ത് സ്മാർട്ട് ഡിവൈസസ്. സ്മാർട്ട് ഡിവൈസായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള ഒരു ബെസ്റ്റ് വേ നമ്മൾ എന്ന് പറയുന്നത് നമ്മുടെ ഹാൻഡ്സും ഫിംഗേഴ്സാണ്. അതായത് ഈ പിക്ചറിൽ കാണുന്നതാണ് സോളിഡ് ചിപ്പ് എന്ന് പറയുന്നത്. വൺ ഓഫ് ദ റീസൺ ഈസ് ഓൾസോ ദ ഡിക്രീസിങ് സൈസ് ഓഫ് ദ സ്ക്രീൻസ്. വൈ സോളി? എന്തുകൊണ്ടാണ് സോളി ഇമ്പോർട്ടൻ്റ് ആണ്? ഇൻപുട്ട് ഈസ് എൻ എസെൻഷ്യൽ ആൻഡ് ക്രിട്ടിക്കൽ കമ്പോണൻ്റ് ഓഫ് ഇൻട്രാക്റ്റീവ് കമ്പ്യൂട്ടർ സിസ്റ്റം. ഒരു ഇൻട്രാക്റ്റീവ് കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ ഒരു ക്രിട്ടിക്കൽ കമ്പോണൻ്റ് ആണ് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ. അതായത് നമ്മളൊരു ഇൻപുട്ട് കൊടുത്താൽ ഏതൊരു കമ്പ്യൂട്ടർ സിസ്റ്റം വർക്ക് ചെയ്യും. As the screen size of electronic devices decreases, the difficulty in interaction with devices increases. അതായത് ഒരു ഇലക്ട്രോണിക് ഡിവൈസിൻ്റെ സ്ക്രീൻ സൈസ് ഡിക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ആ ഡിവൈസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള ഡിഫിക്കൽട്ടി ഇൻക്രീസ് ചെയ്യും. അവിടെയാണ് സോളി എന്ന് പറയുന്നത്. സോളിയുടെ ഇമ്പോർട്ടൻസ്. അതായത് സോളി പ്രൊവൈഡ് ചെയ്യുന്ന വയർലെസ് ആൻഡ് ടച്ച്ലെസ് ഇൻട്രാക്ഷൻ ആണ്. സോളി ക്യാൻ റീപ്ലേസ് ഓൾ കൈൻഡ്സ് ഓഫ് ഇൻപുട്ട് ബട്ടൺസ്. സോളി കൊണ്ട് നമുക്ക് ഈ തരത്തിലുള്ള ഇൻപുട്ട് ബട്ടൺസിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഈ പിക്ചറിൽ കാണുന്ന ഇതാണ് സോളി ചിപ്പ്. ചെറിയൊരു സൈസേ ഉള്ളതിന് അത്രയും ചെറുതാണ് സോളി ചിപ്പ് എന്ന് പറയുന്നത്. ക്യാൻ ഈസിലി ബി യൂസ്ഡ് ഇൻ ഈവൻ ദ സ്മോളസ്റ്റ് വിയറബിൾസ് ദാറ്റ് ഫിറ്റ്സ് വിത്തിൻ എ ടീനി ചിപ്പ്. ഇത്രയും ചെറിയ വിയറബിൾസ് വരെ നമുക്ക് ഈ ചിപ്പ് എംബഡ് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് കാപ്പബിൾ ഓഫ് അക്യുറേറ്റ്ലി ഡിറ്റക്റ്റിംഗ് യുവർ ഹാൻഡ് മൂവ്മെൻറ്റ്സ് ഇൻ റിയൽ ടൈമിലുള്ള നമ്മുടെ ഹാൻഡ് മൂവ്മെൻറ്റ്സിനെ അത്രയും അക്യുറേറ്റ് ആയിട്ട് ഇത് ഡിറ്റക്റ്റ് ചെയ്യാൻ സാധിക്കും. ഇറ്റ് ഈസ് ലൈക്ക് മോഷൻ ആൻഡ് അതർ ജസ്റ്റർ ട്രാക്കിംഗ് കൺട്രോളേഴ്സ്. ദ സോളി ഈസ് സ്മോൾ ഇൻ സൈസ് ഓഫ് 5x5 millimeters. അതായത് എയ്റ്റ് സൈഡും 5 millimeters ഉള്ളൂ ഇതിന് ലെങ്ത് എന്ന് പറഞ്ഞാൽ. ഇതിന് സൈസ് വളരെ ചെറുതാണ്. ഇറ്റ് ഹാസ് എ സെൻസർ വിച്ച് ക്യാപ്ചർ സബ് മില്ലിമീറ്റേഴ്സ് ഓഫ് മോഷൻ ഓഫ് ഫിംഗേഴ്സ് ഇൻ 3D സ്പേസ്. 3D സ്പേസിലുള്ള മോഷൻസിനെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി ഇതൊരു സെൻസറുണ്ട്. അതുപോലെ it capture motion of fingers at a phenomenal rate of 10,000 frames per second. ഓരോ സെക്കൻഡിലും 10,000 ഫ്രെയിംസ് വെച്ചിട്ട് ഓരോ ഫിംഗർ മോഷൻസ് ഇത് ക്യാപ്ചർ ചെയ്യും. How it works? The principle behind Soli is radar.
അതായത് റേഡിയോ ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിങ്. വാട്ട് എ റഡാർ ഈസ്? റഡാർ എന്ന് പറഞ്ഞാൽ റഡാർ ഈസ് എൻ ഒബ്ജക്ട് ഡിറ്റക്ഷൻ സിസ്റ്റം ദാറ്റ് യൂസസ് റേഡിയോ വേവ്സ് ടു ഡിറ്റർമൈൻ ദ റേഞ്ച്, ആംഗിൾ ഓർ വെലോസിറ്റി ഓഫ് ഒബ്ജക്റ്റ്. റഡാർ എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്ട് ഡിറ്റക്ഷൻ സിസ്റ്റമാണ്. ഇത് റേഡിയോ വേവ്സ് യൂസ് ചെയ്തിട്ട് ഒരു ഒബ്ജക്റ്റിൻ്റെ റേഞ്ചും ആംഗിൾ വെലോസിറ്റിയും ഒക്കെ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. ഇതാണ് ഈ റഡാറാണ് നമ്മുടെ ആർമിയും അതുപോലെ ഡിഫൻസ് ഏജൻസീസൊക്കെ എനിമീസിൻ്റെ മൂവ്മെൻറ്റ്സിനെ ട്രാക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അതുപോലെ ഫ്ലൈറ്റ്സിലൊക്കെ യൂസ് ചെയ്യുന്നത് ഈ റഡാർസ് തന്നെയാണ്. സെൻസ് റേഡിയോ വേവ്സ് ടുവാർഡ്സ് ദ ടാർഗറ്റ് ആൻഡ് ഇറ്റ്സ് റിസീവ്സ് ഇൻട്രപ്റ്റ്സ് ദ മോഷൻ. ഓക്കെ, ഇനി ഇതെങ്ങനെ വർക്ക് ചെയ്യാൻ നോക്കാം. ഹൗ ഇറ്റ് വർക്ക്സ്. ദ പ്രിൻസിപ്പൽ ബിഹൈൻഡ് സോളി ഈസ് റഡാർ, റേഡിയോ ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിങ്. വാട്ട് എ റഡാർ ഈസ്? Radar is an object detection system that uses radio waves to determine the range, angle or velocity of objects. റഡാർ എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് ഡിറ്റക്ഷൻ സിസ്റ്റമാണ്. അത് റേഡിയോ വേവ്സ് യൂസ് ചെയ്തിട്ട് ഒരു ഒബ്ജക്റ്റിൻ്റെ റേഞ്ച്, ആംഗിൾ, വെലോസിറ്റി ഒക്കെ ഡിറ്റർമൈൻ ചെയ്യും. ഇതാണ് നമ്മുടെ ആർമിയും ഡിഫൻസ് ഏജൻസീസൊക്കെ എനിമീസിൻ്റെ മൂവ്മെൻറ്റ്സിനെ ട്രാക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഈ റഡാർ സിസ്റ്റമാണ്. And sends radio waves towards the target and its receiver intercepts the motion. Features of radar ആണ്. Insensitive to the light. ലൈറ്റിന് ഇൻസെൻസിറ്റീവ് ആണ്. Can transmit over plastic materials like polycarbonate. 3D gesture recognition possible ആണ്. Recognition of overlapping fingers. ഓക്കെ, ഇനി ഇതിൻ്റെ വർക്കിംഗ് ആണ് പറയുന്നത്. ഗൂഗിൾ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത് ഒരു ചിപ്പായിട്ടാണ്. അതിന് ചിപ്പിനകത്ത് 2 പോർഷനാണുള്ളത്. ഒന്നൊരു റഡാറും മറ്റൊരു സെൻസറും. ഈ സെൻസറിന് ഗൂഗിൾ വിളിക്കുന്നത് സോളി സെൻസർ എന്നാണ്. സോളി സെൻസർ ടെക്നോളജി വർക്ക്സ് ബൈ എമിറ്റിംഗ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഇൻ എ ബോർഡ് ബീം. ഒബ്ജക്റ്റ് വിത്തിൻ എ ബീം സ്കാറ്റർ ദിസ് എനർജി റിഫ്ലക്റ്റിംഗ് സം പോർഷൻ ബാക്ക് ടുവേർഡ്സ് ദ റഡാർ. Properties of the reflected signal such as energy, time delay and frequency shift capture rich information about the objects such as its characteristics and shape, size, material, distance and velocity etc. അതായത് ഈ സോളി സെൻസർ ഹൈ സ്പീഡിലുള്ള ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനെ നിശ്ചിത ഫ്രീക്വൻസിയിൽ പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ ഈ വേവ്സ് പുറത്ത് വരുന്ന സമയത്ത് നമ്മൾ ഈ കൈകൊണ്ട് ഓരോ മൂവ്മെൻറ്റ്സ് കാണിക്കുമല്ലോ. അപ്പോൾ ഈ വേവ്സ് നമ്മുടെ കൈകളിൽ തട്ടിയിട്ട് ആ വേവ്സ് മറ്റൊരു എനർജി ആയിട്ട് മാറും. അങ്ങനെ ഈ എനർജി തിരിച്ച് റഡാറിൻ്റെ ആൻറ്റിനയിൽ ചെന്ന് പതിക്കും. അങ്ങനെ ഈ ആൻറ്റിനയിൽ ചെന്ന് പതിക്കണ ഈ സിഗ്നൽസിനെ റഡാർ മെഷർമെൻറ്റ് ചെയ്തിട്ട് മെഷർമെൻറ്റ് ചെയ്യും. അങ്ങനെ മെഷർമെൻറ്റ് ചെയ്യുമ്പം മെഷർമെൻറ്റ് ചെയ്യുമ്പം ഈ റിഫ്ലക്റ്റഡ് സിഗ്നൽസ് നിന്ന് നമുക്ക് അതിൻ്റെ എനർജി, ടൈം ഡിലേ, ഫ്രീക്വൻസി അങ്ങനെയുള്ള ഇൻഫോർമേഷനൊക്കെ ഒബ്ജക്റ്റിനെ പറ്റിയുള്ള അങ്ങനത്തെ ഇൻഫോർമേഷൻസൊക്കെ നമുക്ക് ലഭിക്കും. അതുപോലെ ആ ഒബ്ജക്റ്റിൻ്റെ ഷേപ്പ്, സൈസ്, മെറ്റീരിയൽ, ഡിസ്റ്റൻസ്, വെലോസിറ്റി ഈ ഇൻഫോർമേഷൻസൊക്കെ ആ റിഫ്ലക്റ്റഡ് സിഗ്നൽസ് നിന്ന് നമുക്ക് മെഷർ ചെയ്ത് എടുക്കാൻ പറ്റും. നമ്മളീ പറഞ്ഞ കാര്യമാണ് ഈ പിക്ചറിൽ ഇപ്പോൾ കാണിക്കണേ. ആ വേവ്സ് നമ്മുടെ കയ്യിൽ തട്ടി തിരിച്ച് റഡാറിലെ ആൻറ്റിന ചെന്ന് പതിക്കും. അങ്ങനെ ഈ മെഷർമെൻറ്റിന് ശേഷം റഡാർ ഒരു ഇൻഫോർമേഷൻ കളക്ട് ചെയ്യും. ഈ ഇൻഫോർമേഷൻ നമ്മുടെ ഡിവൈസിലേക്ക് പാസ് ചെയ്യുകയും ചെയ്യും. It then uses machine learning to translate this movement to pre-programmed commands. അതായത് മെഷീൻ ലേണിംഗ് യൂസ് ചെയ്തിട്ട് ഈ മൂവ്മെൻറ്റ്സിനെ പ്രീ പ്രോഗ്രാമഡ് കമാൻഡ്സ് ആക്കിയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യും. അതുപോലെ ഡോപ്ലർ എഫക്റ്റ് ടു ഡിറ്റക്ട് സ്പീഡ്. ഇതിൽ സ്പീഡ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോപ്ലർ എഫക്റ്റ് യൂസ് ചെയ്യും. അതുപോലെ വിർച്വൽ ടൂൾസ് ആർ യൂസ്ഡ് ആസ് എ കീ ടു ഐഡൻറ്റിഫൈ ജസ്റ്റേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് വിർച്വൽ ടൂൾസാണ് യൂസ് ചെയ്യുന്നത്.
ഇനി പറയാൻ പോകുന്നത് സോളി ജസ്റ്റർ റെക്കഗ്നിഷനെ കുറിച്ചാണ്. ദ സോളി സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ കൺസിസ്റ്റ് ഓഫ് എ ജനറലൈസ്ഡ് ജസ്റ്റർ റെക്കഗ്നിഷൻ പൈപ്പ്ലൈൻ വിച്ച് ഈസ് ഹാർഡ്വെയർ അഗ്നോസ്റ്റിക് ആൻഡ് ക്യാൻ വർക്ക് വിത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റഡാർ. സോളി സോഫ്റ്റ്വെയർ ആർക്കിടെക്ചറിൽ ഒരു ജനറലൈസ്ഡ് ജസ്റ്റർ റെക്കഗ്നിഷൻ പൈപ്പ് ലൈൻ ഉണ്ട്. ഇതൊരു ഹാർഡ്വെയർ അഗ്നോസ്റ്റിക് ആണ്. അതുകൊണ്ട് തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റഡാർ വെച്ചിട്ട് വർക്ക് ചെയ്യും. ഫ്രം ദ റോ റഡാർ ഡാറ്റ ടു സിഗ്നൽ ട്രാൻസ്ഫോർമേഷൻ, കോർ ആൻഡ് അബ്സ്ട്രാക്ട് മെഷീൻ ലേണിംഗ് ഫീച്ചേഴ്സ്. അത് ഇതിൽ റോ റഡാർ എന്ന് പറഞ്ഞാൽ റോ ഡാറ്റ മുതൽ സിഗ്നൽ ട്രാൻസ്ഫോർമേഷൻ വരെയും അത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മെഷീൻ ലേണിങ്ങിൻ്റെ കോർ കണ്ടൻറ്റ് ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. The Soli SDK enables developers to easily access and build upon our gesture recognition pipeline. The Soli ഈ സോളി സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് കിറ്റ് യൂസ് ചെയ്തിട്ട് ഡെവലപ്പേഴ്സിനെ കുറച്ചുകൂടി ഈസി ആയിട്ട് ജസ്റ്റർ റെക്കഗ്നിഷൻ പൈപ്പ് ലൈനിനെ ആക്സസ് ചെയ്യാനും ബിൽഡ് ചെയ്യാനും സാധിക്കും. The Soli library extract real-time signal from radar hardware, outputting signal transformation, high precision position and motion data. ഈ സോളി ലൈബ്രറീസ് റഡാർ ഹാർഡ്വെയർ എന്നുള്ള റിയൽ ടൈം സിഗ്നൽസിനെ എക്സ്ട്രാക്ട് ചെയ്തിട്ട് ഒരു ഹൈ പ്രിസിഷനുള്ള മോഷൻ ഡാറ്റയ്ക്ക് ട്രാൻസ്ഫോർമേഷൻ നടത്തും. ഇതാണ് അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം. ഇവിടെയാണ് ജസ്റ്ററിനെ സോളി ചിപ്പ് വെച്ച് ആക്സസ് ചെയ്യും. അത് റോ സിഗ്നലാവും. റോ സിഗ്നലിനെ സോളി സിഗ്നലായിട്ട് ട്രാൻസ്ഫോർമേഷൻ ചെയ്യും. അങ്ങനെ ജസ്റ്റർ ക്ലാസിഫിക്കേഷൻ നടത്തും. ഇത് ഏത് ജസ്റ്ററാന്നുള്ള ക്ലാസിഫിക്കേഷൻ നടത്തും. അതിനുശേഷം വിർച്വൽ ടൂൾ ജസ്റ്റർ യൂസ് ചെയ്തിട്ട് ഏത് തരം ജസ്റ്ററാണെന്ന് ഡിറ്റക്റ്റ് ചെയ്യും. ഈ പിക്ചറിൽ കാണുന്ന പോലെ ഓരോ ടൈപ്പ് ജസ്റ്റേഴ്സാണ് ഈ പിക്ചറിൽ കാണിക്കണേ. ഒന്നൊരു ബട്ടൺ പ്രസ് ചെയ്യുന്ന പോലെ, മറ്റൊരു ഡയൽ, സ്ലൈഡർ ഒക്കെയാണ് ഇത് കാണിക്കണേ. നെക്സ്റ്റ്, എൻഡ്ലെസ് അപ്ലിക്കേഷൻസ് റിസൾട്ട് ഓഫ് ദ ആൽഫ റിലീസ്. There are many applications for this technology, from civil engineering to communication and to medical applications. Civil engineering അതായത് സെൻസിങ് കാർസ് അറ്റ് എ സ്റ്റോപ്പ് ലൈറ്റ് വിത്തൗട്ട് നീഡിങ് പ്രഷർ പ്ലേറ്റ്സ്. കമ്മ്യൂണിക്കേഷനിൽ ഇൻക്ലൂഡിങ് മോർ പ്രിസൈസ് സൈൻ ലാംഗ്വേജ് ഇൻ്റർപ്രിട്ടേഷൻ. അതുപോലെ മെഡിക്കൽ ഫീൽഡിൽ മോർ ഫൈൻ കൺട്രോൾ ഫോർ സർജിക്കൽ റോബോട്ടിക്സ്. ഓക്കെ, ഈ പിക്ചറിൽ കാണുന്നതാണ് ആൽഫ ഡെവലപ്മെൻറ്റ് കിറ്റ് എന്ന് പറയുന്നത്. ഇത് ഗൂഗിൾ ഒരു ഡെമോക്ക് വേണ്ടി ഇറക്കിയതാണ്. അതായത് ഇത് മാർക്കറ്റിങ്ങിൽ അവൈലബിൾ അല്ല. ഡെവലപ്പേഴ്സിന് ഈ സോളിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി, സോളി ചിപ്പിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഇറക്കിയൊരു ഡെമോ പ്രോഡക്റ്റാണ്. അതായത് ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ഡിവൈസിൻ്റെ മുകളിൽ ഏതൊരു ഒബ്ജക്റ്റ് വെച്ചാലും അത് പ്രെഡിക്റ്റ് ചെയ്ത് നമുക്ക് ആ ടാബിൽ കാണാൻ പറ്റും. ഇതിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയും ഈ ഡിവൈസിന്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് വെർച്വൽ ടൂൾസ് ആണ്. ദ കൺസെപ്റ്റ് ഓഫ് വെർച്വൽ ടൂൾ ഈസ് കീ ടു സോളി ഇൻട്രാക്ഷൻസ്. വെർച്വൽ ടൂളാണ് ഈ സോളി ഇൻട്രാക്ഷൻസിന് ഒരു കീ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. കീ കൺസെപ്റ്റ് എന്ന് പറഞ്ഞത് വെർച്വൽ ടൂൾസ് ആർ ജസ്റ്റർ ദാറ്റ് ഫെമിലിയർ ഇൻട്രാക്ഷൻ വിത്ത് ഫിസിക്കൽ ടൂൾസ്. ദിസ് മേക്ക് ഇറ്റ് ഈസി ടു കമ്മ്യൂണിക്കേറ്റ്, ലേൺ ആൻഡ് റിമെമ്പർ സോളി ഇൻട്രാക്ഷൻ. ഓക്കെ, ഇനി പറയാൻ പോകുന്ന വെർച്വൽ ടൂൾ ജസ്റ്റേഴ്സിനെ കുറിച്ചാണ്. എക്സാമ്പിളായിട്ട്, ഇമാജിൻ ആൻ ഇൻവിസിബിൾ ബട്ടൺ ബിറ്റ്വീൻ യുവർ തമ്പ് ആൻഡ് ഇൻഡെക്സ് ഫിംഗർ. യു ക്യാൻ പ്രസ് ഇറ്റ് ബൈ ടാപ്പിംഗ് യുവർ ഫിംഗർ ടുഗദർ. അതായത് നമ്മൾ ഈ തമ്പും ഇൻഡെക്സ് ഫിംഗറും നമ്മൾ ടാപ്പ് ചെയ്താൽ നമുക്കൊരു ബട്ടൺ പ്രസ് ചെയ്യണ പോലെയാണ് അതെടുക്കാം, ആ ഡിവൈസ് എടുക്കാം. കൺട്രോളിങ് ഡിവൈസ് ഫങ്ഷണാലിറ്റി യൂസിങ് ജസ്റ്റേഴ്സ്. നമുക്ക് സ്ക്രോളിങ് ചെയ്യാൻ പറ്റും, ഒരു ഡിവൈസിൻ്റെ സൗണ്ട് ഇൻക്രീസ് ഡിക്രീസ് ചെയ്യാൻ പറ്റും. എല്ലാം നമുക്ക് ജസ്റ്റേഴ്സ് യൂസ് ചെയ്തിട്ട് സാധിക്കും. ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ, ദ സോളി ചിപ്പ് ക്യാൻ ബി എംബഡഡ് ഇൻ വിയറബിൾസ്, ഫോൺസ്, കമ്പ്യൂട്ടേഴ്സ്, കാർസ് ആൻഡ് IoT ഡിവൈസസ് ഇൻ അവർ എൻവയോൺമെൻറ്റ്.
നമ്മുടെ എൻവയോൺമെൻറ്റിലുള്ള വെയറബിൾസിലും ഫോൺസ്, കമ്പ്യൂട്ടേഴ്സ്, IoT ഡിവൈസിലൊക്കെ നമുക്ക് ഈ സോളി ചിപ്പ് എംബഡ് ചെയ്യാൻ പറ്റും. സോളി ഹാസ് നോ മൂവിങ് പാർട്സ്. ഇറ്റ് ഫിറ്റ്സ് ഓൺ ടു എ ചിപ്പ് ആൻഡ് കൺസ്യൂംസ് ലിറ്റിൽ എനർജി. ഇത് ഈ ചിപ്പ് കുറച്ച് ഒരു എനർജി മാത്രമേ കൺസ്യൂം ചെയ്യുള്ളൂ. ഇറ്റ് ഈസ് നോട്ട് എഫക്റ്റഡ് ബൈ ലൈറ്റ് കണ്ടീഷൻ ആൻഡ് ഇറ്റ് വർക്ക്സ് ത്രൂ മോസ്റ്റ് മെറ്റീരിയൽസ്. ഇത് ഒരു ലൈറ്റ് കൊണ്ട് എഫക്റ്റ് ചെയ്യില്ല. അതുപോലെ തന്നെ ഒരുവിധം എല്ലാ മെറ്റീരിയൽസിൽ കൂടി ഇത് വർക്ക് ചെയ്യും. അടുത്തതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഫീൽഡിലാണ്. നേരത്തെ പറഞ്ഞ പോലെ സർജിക്കൽ റോബോട്ട്സിനൊക്കെ കൺട്രോൾ ചെയ്യാൻ വളരെ ഈസിയാവും ഇത് നിലവിൽ വന്നാൽ. നെക്സ്റ്റ് ഫോർ ഗെയിം പ്ലേയിങ്. നമുക്ക് ഒരു ഈസി ആയിട്ട് ഗെയിമെല്ലാം പ്ലേ ചെയ്യാൻ സാധിക്കും. സ്മാർട്ട് ഫോൺസ് ക്യാൻ ബി കൺട്രോൾഡ് ബൈ യൂസിങ് ജസ്റ്റേഴ്സ്. നമുക്ക് നമ്മുടെ സ്മാർട്ട് ഫോൺസ് എല്ലാം ഈ ജസ്റ്റേഴ്സ് യൂസ് ചെയ്തിട്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതായത് ടച്ച്ലെസ് ആയിട്ട് കൺട്രോൾ ചെയ്യാം ഏതൊരു ഡിവൈസും. സ്മാർട്ട് ഫോൺസ് ആയിക്കോട്ടെ, അവിടെ വാച്ചസ് ആയിക്കോട്ടെ, ഏതൊരു ഗാഡ്ജറ്റ്സും നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് പറയാൻ പോകുന്നത് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. റീപ്ലേസ് ഓൾ കൈൻഡ്സ് ഓഫ് ബട്ടൺസ് ആൻഡ് സ്വിച്ചസ് ആൻഡ് മേക്ക് ദ ഡിവൈസ് ഓപ്പറബിൾ റിമോട്ട്ലി. എല്ലാവിധ ബട്ടൺസും സ്വിച്ചസും നമുക്ക് ഈ ഒറ്റ ചിപ്പ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാൻ സാധിക്കും. മോസ്റ്റ് ഓഫ് ദ എക്സിസ്റ്റിംഗ് മോഷൻ സെൻസർ ടെക്നിക് യൂസസ് ക്യാമറ ബേസ്ഡ് മോഷൻ സെൻസിങ് ആൻഡ് അലോ ടു കൺട്രോൾ ഗാഡ്ജറ്റ് വിത്ത് ജസ്റ്റേഴ്സ്. ഗാഡ്ജറ്റ്സിനെ ജസ്റ്റേഴ്സ് വെച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അലോ ഫ്രീ ഹാൻഡ് ടൈപ്പിംഗ്, ഗുഡ് അക്യുറസി ഓവർ കൺട്രോൾ, നീഡ് നോട്ട് ടു ക്യാരി ഗാഡ്ജറ്റ്സ് വൈൽ യൂസിങ് ദം. ഒരു ഗാഡ്ജറ്റ് യൂസ് ചെയ്യുമ്പം നമുക്കത് ഒപ്പം ക്യാരി ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. നെക്സ്റ്റ് പറയാൻ പോകുന്നത് ഇതിന് ഡിസഡ്വാൻറ്റേജസ് ആണ്. ഇറ്റ് ഹാസ് എ ലിമിറ്റഡ് റഡാർ റേഞ്ചാണ്. ഇതിന് ഏറ്റവും ലിമിറ്റഡ് ആയിട്ടുള്ള റഡാർ റേഞ്ചേ ഉള്ളൂ. മൾട്ടിപ്പിൾ ജസ്റ്റേഴ്സ് കുഡ് നോട്ട് ബി പോസിബിൾ അറ്റ് എ ടൈം. ഒരേ ടൈമിൽ ഒരേ സമയത്ത് മൾട്ടിപ്പിൾ ജസ്റ്റേഴ്സിന് ചിലപ്പം പോസിബിൾ ആവുമെന്ന് വരില്ല. അതുപോലെ ഹൈലി എക്സ്പെൻസീവ് ആണ്. ദെൻ സെക്യൂരിറ്റി ത്രെഡ്. ഇതാണ് ഇതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് കൺക്ലൂഷൻ. One of the big problem with wearable device right now is input. There is no simple way to control these devices. അതായത് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ വെയറബിൾ ഡിവൈസിലുള്ള ഇൻപുട്ട്സ് തന്നെയാണ്. പറഞ്ഞ പോലെ ഒരു സിമ്പിൾ വേ ഇല്ല. ഒരു ഡിവൈസിന് ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടി ഒരു സിമ്പിൾ വേ ഇല്ല. അത് നമുക്ക് ഈ സോളി ചിപ്പ് നിലവിൽ വന്നാൽ നമുക്ക് പരിഹരിക്കാൻ കഴിയും. Therefore, gesture will be used by individuals to carry out certain functions with electronic machines such as smartphones and desktops. Okay, thank you.